ഞാനിപ്പോൾ വനത്തിൻ്റെ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ടാണ്. ഇവിടെ നിന്നും പുറത്തോട്ട് പോകണമെങ്കിൽ ഏകദേശം 100 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചാലേ നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിവിടെ വന്ന് ഏറ്റവും ശുദ്ധമായ വെള്ളമാണ് ഈ കാണാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും വൃത്തിയുള്ള വെള്ളം, ഒരു തരത്തിലുള്ള നല്ല ശുദ്ധമായ തെളി വെള്ളം, ഒരു തരത്തിലുള്ള ഒരു കെമിക്കലോ ഒന്നുമില്ല, നല്ല ശുദ്ധമായ വെള്ളം ഇത്. ഈ വെള്ളം നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. സകലം പശപശപ്പും ഇച്ചിരി പുളിപ്പും ചളിപ്പും ഉണ്ട്, പായൽ ചൊവയും ഉണ്ടെന്നുള്ളതല്ലാതെ ഈ വെള്ളത്തിന് വേറെ ഒരു തരത്തിലുള്ള ഒരു കുഴപ്പമില്ല. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പറ്റില്ല. ദ മോസ്റ്റ് ഹൈലി റിസ്കഡ് പ്ലേസ് നമ്മളിപ്പം വിസിറ്റ് ചെയ്യാൻ പോവുക. ഇതൊരു അത്ഭുതകരമായ ചെടിയാണ്. ഈ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ ഒരു കാട്ടു ചെടിയായിട്ട് തോന്നുമെങ്കിൽ ഇതിൻ്റെ ഇല തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എന്തെന്നില്ലാത്ത ശക്തി കിട്ടും. ലോകത്തെ ഏറ്റവും വിഷമുള്ള പല ഇനം പാമ്പുകളുള്ള ഒരു പ്രദേശമാണിത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു പാമ്പിനെ കാണിച്ചു തരാം. എൻ്റെ പുറകെ കണ്ടോ ആ മരത്തേക്കുണ്ടോ, അത് ആ പിടഞ്ഞ് കയറിപ്പോകുന്ന അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ റീവിൽ സിഗ്നേച്ചർ മാമ്പ എന്ന് പറഞ്ഞൊരു സംഭവമാണത്. എന്നാ റീവിൽ സിഗ്നേച്ചർ മാമ്പ എന്ന് വെച്ചാൽ അത് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഈ ഒരു പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന ഈ മരത്തെ കൂടെ ചുറ്റി പിടഞ്ഞോണേ. കണ്ടോ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. സൂം ചെയ്ത് കാണിക്കും. കണ്ടോ, അവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. കാരണം എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അത് വ്യത്യസ്തമായ ഒരു കല്ല് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇവിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം കല്ലാണിത്. നമ്മളൊക്കെ ഈ കല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വിലപ്പെട്ട കല്ലാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലോകത്ത് എവിടെയും ഇത് പാറയിൽ നമുക്ക് പടം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ലാണിത്. അപ്പോൾ ഈ കല്ലിനെ നമ്മൾ ഇവിടെ പറയുന്നത് വൈറ്റ്ലാരം കല്ല് എന്നാണ്. വൈറ്റ്ലാരം കല്ല്, അത് മലയാളത്തിൽ നമുക്ക് വെള്ളാരം കല്ലെന്ന് പറയും, ഇംഗ്ലീഷിൽ വൈറ്റ്ലാരം കല്ലെന്ന് പറയും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഏരിയയാണ്. കാരണം ഞാൻ ഇതിന് മുമ്പും പറഞ്ഞു, അത് വളരെ അപകടം നിറഞ്ഞൊരു പ്രദേശമാണിത്. ഈ സ്ഥലത്ത് വരുമ്പോഴോ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തന്നെ ഒന്നും ഈ പ്രദേശത്തോട്ട് വരില്ല. ഇപ്പം ഞാൻ തന്നെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമുള്ള ആളുകൊണ്ട് ഞാൻ തന്നെ വന്നത്. എനിക്ക് പക്ഷേ പേടിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ധൈര്യമായിട്ട് വന്നത്. വാക്കത്തി വളഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു മരത്തിൻ്റെ ഇതാണിത്. കാരണം ഇതിൽ വെട്ടിയാൽ വാക്കത്തി വളയുന്നതല്ലാതെ ഈ സാധനം മുറിയത്തില്ല. പണ്ടൊക്കെ ഇത് ഏറ്റവും കൂടുതൽ 1982 ഇതേക്കുറിച്ചൊരു കഥയുണ്ട്. ഇത് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മേളിൽ കെട്ടിയിട്ട് അവിടെ കാണിക്കാതെ മേളിൽ കെട്ടിയിട്ട് ഈ വള്ളിയിൽ നമ്മളിങ്ങനെ അത് ഇത് നമ്മളെ ഇരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അപ്പോൾ നമ്മളിത് ഇവിടെയൊക്കെ പറയുന്നത് ഊഞ്ഞാലാടുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണിക്കരുത്, ഇത് വളരെ ഡേഞ്ചറാണ്. അതൊരിക്കലും നിങ്ങൾ അനുകരിക്കരുത്. കാരണം അത് വളരെ ഡേഞ്ചറാണ്. എനിക്ക് അത്ര പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാനത് ചെയ്തതാണ്. ഈ ഒഴുകുന്ന ജലം ഇപ്പോൾ ഇത് ഇങ്ങനെ അവിടെ നിന്നും വന്ന് ഇത് നേരെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്കാണ്. വലിയൊരു വെള്ളച്ചാട്ടം, ഇല്ലേ, ഒരു മോസ്റ്റ് ഹയസ്റ്റ് വാട്ടർഫാൾസ് ഇൻ ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാഴ്ച നിങ്ങൾ ശരിക്കും ഞെട്ടും. കാരണം ഇത് ഞാൻ കണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതാണ് ഇരുമ്പിൻ്റെ സത്തുള്ള വെള്ളമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പ് സത്തുള്ള വെള്ളം. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെളിവെള്ളമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ ഇത് ചെളിവെള്ളമല്ല, ഇരുമ്പ് സത്ത്, സ്വർണ്ണമാണ്. സ്വർണ്ണ വെള്ളം, സ്വർണ്ണം കലങ്ങി കിടക്കുന്ന വെള്ളമാണ്. നമുക്കിത് കൊണ്ടുപോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇവിടെ കോരിയും കൂടെ സ്വർണ്ണമെന്നും പറഞ്ഞുകൊണ്ട് കുപ്പിക്കകത്താക്കി കൊണ്ടുപോകാനൊന്നും പറ്റത്തൊന്നുമില്ല. ആ സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്, വേറെ സ്ഥലത്തോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഒരു കരടി അവിടെ പറ്റിയിരിപ്പുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റത്തില്ല, അവർ കാണിക്കണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ കണ്ട് ഭയന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങളും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമുക്കത് വേറെ സ്ഥലത്തോട്ട് പോകാം. വൈൽഡ് ജാക്ക് ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഒരുതരം ഭക്ഷണമാണിത്. ഇത് ഏറ്റവും ആരോഗ്യപ്രദവും നല്ല ഭക്ഷണമാണിത്. ഇത് ഇവിടെ മാത്രം കണ്ടുവരുന്നതാണ്. നമുക്കിതൊന്ന് ഇത് മുള്ളാണിത്, മുള്ളും കൊണ്ടുള്ള ഒരുതരം ഭക്ഷണമാണ്. ഇതങ്ങനെയൊന്നും പറിക്കാനൊന്നും പറ്റില്ല. ഉണ്ടോ അമ്മാടി മുള്ളുണ്ടേ. ഉണ്ടോ, ഇത് നമുക്ക് പറിക്കാൻ പോലും പറ്റില്ല. കാരണം ഇത് ആർക്കും പറിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പണ്ടാരം മുള്ളു കൊണ്ട് കയറി കയ്യൊക്കെ മുറിഞ്ഞ് പണ്ടാരം ഇടണം. ക്ലിങ്കിൻ ബിങ്ക് എന്ന് പറയുന്നൊരു പക്ഷിയുടെ തൂവലാണ് ഈ കാണുന്നത്.
ഈ പക്ഷിയുടെ തൂവലുകളാണ്. ഇതിപ്പം ഇവിടെ കുറേ ഉണ്ട്. ഇത് വനത്തിനുള്ളിലെ ഏതോ കാട്ടുമൃഗങ്ങൾ ഇതിനെ പിടിച്ച് വേട്ടയാടി വറുത്ത് തിന്നാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഏകദേശം അതാണ് സംഭവം. ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്ന സമയത്ത് അവർ വസിച്ചുകൊണ്ടിരുന്ന ഗുഹകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അവർ പണ്ടുണ്ടായിരുന്നപ്പോൾ നിർമ്മിച്ചിരുന്ന ആയുധങ്ങളും മറ്റവരുടെ സാധനങ്ങളുടെയൊക്കെ ഓരോ അംശങ്ങൾ കിടപ്പുണ്ട്. അത് നമുക്ക് കാണാം. എന്നാൽ സ്വർണ്ണ നിറത്തിൽ എന്തോ തിളങ്ങുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കത് എന്താണെന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന അത്ഭുതമാണ് ഈ കാണുന്നത്. മിറാക്കിൾ ഇൻ ദ നേച്ചർ. നമ്മളിപ്പോൾ ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ പെട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കാടിനുള്ളിലാണ്. ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. കാരണം ഇവിടുന്ന് വഴികളില്ല. നമ്മൾ വഴിയില്ലാത്തപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. കാരണം വഴി അറിയാതെ എവിടെയെങ്കിലും പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അങ്ങോട്ടാണ് ഇല വീണിരിക്കുന്നത്. കാരണന്മാരോട്ട് വഴി കണ്ടുപിടിക്കുന്ന ഒരു ശാസ്ത്രീയമായ കാര്യമാണ് ഞാനിപ്പോൾ ചെയ്തത്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. ആ വഴിയാണ് കറക്റ്റായ വഴി. കാരണം വഴി അത് നമുക്ക് കാണുന്ന അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ വഴി പോകാം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൊക്ക. ഇവിടുത്തെ കയമാണ്. താഴേക്ക് വലിയൊരു വെള്ളച്ചാട്ടമാണ്. വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. പണ്ടത്തെ ആദിമ മനുഷ്യർ ജീവിച്ചുകൊണ്ടിരുന്ന അപൂർവമായ ഗുഹകളാണ് ഇതിൻ്റെ താഴെയുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. നമുക്ക് ഇതിലൊന്നും ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലെ വേറൊരു വഴി കൂടെ ഇറങ്ങി പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ആ ലാസ്റ്റ് പറഞ്ഞ സ്ഥലം. ഇതൊരു 2 ഗുഹയാണ്. ഈ ഗുഹയ്ക്കുള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പണ്ട് സിംഹവും കരടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വസിച്ചിരുന്നതാണ്. പിന്നെ ആദിമ മനുഷ്യരൊക്കെ ഈ ഗുഹയ്ക്കുള്ളിലാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചിലപ്പോൾ ഇവിടെയൊക്കെ ആദിമ മനുഷ്യർ പോലുള്ളവർ താമസിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ഏതായാലും അങ്ങോട്ടൊന്ന് പോകാൻ പറ്റുമോ നോക്കാം. നമ്മളങ്ങനെ ലാസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. കണ്ടോ, വെള്ളമുള്ള സമയത്താണെങ്കിൽ വലിയ വെള്ളച്ചാട്ടമായിരിക്കും ഇവിടെ വന്നതിൻ്റെ പേടിയോ വാർക്കാനും പേടിയോ. 2 ഗുഹയാണ് അടിയിലുള്ളത്. അത് പണ്ടുള്ളവർ താമസിച്ചുകൊണ്ടിരുന്നൊരു ഗുഹയാണ്. ഇപ്പോഴും അതിനകത്ത് കാട്ടുമൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും.